കാശിന്റെ കാര്യം എന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും കാശില്ലാത്തോണ്ട് ഒരു കഥ പറയാം. കാശില്ലാത്തോണ്ടൊരു കഥ പറയാം. കഥ പറഞ്ഞാൽ ഇവിടെ കാശ് തരുന്നതല്ല കേട്ടോ. കഥ പറഞ്ഞാൽ എന്റെ നാട്ടില് തരും. ഒരു ആനയുള്ള വീടുണ്ടായിരുന്നു. അപ്പൊ ഒരു ദിവസം ആന ഡെത്തായി. അത് പൂച്ചയല്ലേ? അത് ചെരിഞ്ഞു വീണ സൗണ്ടാണ് ഞാൻ കേട്ടത്. ആണോ? നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ കഥ പറ, റാഫി ഡബ് ചെയ്യും. അതുമല്ല, ഞാൻ ആദ്യമായിട്ട് ആന ഡെത്തായി എന്ന് കേൾക്കുന്നത്. പക്ഷെ ഞാൻ ചരിഞ്ഞു എന്ന് പറഞ്ഞാൽ ചിലപ്പോ മനസ്സിലായില്ലാലോ. റാഫിക്ക ഡബ് ചെയ്യും, പക്ഷെ ആന ചരിഞ്ഞു ദഫ്പൂട്ടിന് ശബ്ദമായിരിക്കും. ആന വീഴട്ടെ. നമ്മളെ ഇനിത്തൊട്ട് റാഫിക്കയുടെ പേര് എവിടെ കാണിച്ചാൽ ദഫ്മുട്ട് ഫെയിം എന്നാണ്. എന്ന് മുതൽ ദഫ്മുട്ട് എന്ന് നിങ്ങൾ അറിയപ്പെടും. തുമ്മിയാലും ദഫ്മുട്ടിന്റെ സൗണ്ടില്ല. ശരി, ആന ചെരിഞ്ഞു. ആന ചെരിഞ്ഞു. അപ്പോ ആ വീടിന്റെ ആ ആനയുടെ ഓണർ കുറച്ച് മെന്റൽ ഡിപ്രഷനായി. അങ്ങനെ പക്ഷെ ആള് ചിന്തിക്കുന്നത് ഇപ്പോഴും ആന ജീവനോടെ ഇരിപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ പുള്ളിയുടെ മോനോട് ഞാൻ ചോദിച്ചു, നിന്റെ അച്ഛനോട് നിനക്ക് പറയായിരുന്നില്ലേ ആന മരിച്ചു, അല്ല ചെരിഞ്ഞു, അതൊന്ന് പറയേ. അപ്പൊ അവൻ പറഞ്ഞു, അത് പറയാം, കുറച്ച് ദിവസം കഴിയട്ടെ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ ഇത്ര ഡിലേ വെക്കുന്നത്, പറഞ്ഞൂടെ? അല്ല, ആ ആനയ്ക്ക് പട്ട വാങ്ങാൻ കാശ് തരുന്നുണ്ട് അച്ഛൻ, അത് വെറുതെ ഒഴിവാക്കണ്ടല്ലോ എന്ന്.